ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. നല്ലൊരു നാടൻ ഊണുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നാടൻ രീതിയിൽ വറുത്തെടുത്ത ചിക്കനും ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയും മോര് കറിയുമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓരോ റെസിപ്പിയായിട്ട് നമുക്ക് നോക്കിയാലോ. ആദ്യം ഞാൻ ചെയ്യുന്നത് മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു പാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ക്യാരറ്റാണ് ഞാൻ ചേർക്കുന്നത്. 3 വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തത്. വളരെ ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കണം. ചെറിയ ക്യാരറ്റാണ് കയ്യിലുള്ളതെങ്കിൽ 4 എണ്ണം വരെ എടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഈ ക്യാരറ്റ് വെന്ത് കിട്ടാനായിട്ട് അധികം സമയം എടുക്കില്ല, അതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ക്യാരറ്റ് വേവാനായിട്ട് അധികം സമയം എടുക്കാത്തതുകൊണ്ട് ഇത് പ്രഷർ കുക്കറിലൊന്നും നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടുത്ത അടുപ്പിൽ ചോറിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ 4 അടുപ്പുകളിലായിട്ട് നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എല്ലാം കൂടി മാനേജ് ചെയ്യാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഓരോ റെസിപ്പി ആയിട്ട് ഞാൻ കാണിക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാകാൻ ഞാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഒരു സവാളയുടെ പകുതി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എനിക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സവാള ഉപയോഗിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർത്തത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ കുറച്ച് അല്പം കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവൊക്കെ അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇനി മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പിയായ മോര് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ 1/2 ലിറ്റർ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് കിട്ടുന്ന തൈര് നല്ല കട്ടിയുള്ളതായതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. മോര് കറി തയ്യാറാക്കാനായി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. ഇതിലേക്ക് 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ സവാള ചേർക്കണം. ഒരു സവാളയുടെ 1/4 ഭാഗമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയുമാണ് ചേർത്തത്. വളരെ ചെറുതായിട്ട് അരഞ്ഞെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 തണ്ട് കറിവേപ്പിലയും 3 ഉണക്കമുളകും 2 പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം 2 നുള്ള് മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് നേരത്തെ അടിച്ചെടുത്ത മോര് ഇതിലേക്ക് ചേർക്കാം. മോര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഈ മോര് കറി തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആണ് അടുത്ത റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടുന്ന മസാല ആദ്യം തയ്യാറാക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്തത്. അപ്പോൾ മുളക് പൊടിയുടെയൊക്കെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇത് ഒരു മീഡിയം സ്പൈസിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. 1 കിലോയുടെ ചിക്കനിലുള്ള മസാലയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തത്. ഇത് ഓരോ ടീസ്പൂൺ വീതമുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ചേർക്കുന്നത് 4 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കനുണ്ട്. വലിയ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ മസാല നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ മസാലയിലേക്ക് ഒന്ന് പുരട്ടിയ ശേഷം 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കണം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. മസാല പുരട്ടി പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതി. കുറച്ച് കറിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചിക്കൻ വറുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും ഈ ചിക്കൻ എടുത്ത് മാറ്റാം. ഇത് 1 കിലോ ചിക്കനാണ്. 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ചിക്കൻ കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല നാടൻ രുചിയുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണിൻ്റെ എല്ലാ വിഭവങ്ങളും റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ചോറിനൊപ്പം കുറച്ച് അച്ചാറും കൂടി ഞാൻ വെക്കുന്നുണ്ട്. ക്യാരറ്റ് മെഴുക്കുവരട്ടിയും മോര് കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ചേർത്തിട്ടുള്ള ഇന്നത്തെ ഊണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് എന്നുള്ള ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.